ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാകട്ടെ. ഒളിമ്പസിന്റെ വ്യവസ്ഥാ നിയമം എന്ന പരമ്പരയിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രവാഹ വിന്യാസത്തെ കുറിച്ചാണ്. പ്രവാഹ വിന്യാസത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് ഈ വിധമാണ്: ഫ്ലോ പാറ്റേൺ കണക്ട്സ് സിസ്റ്റംസ് ടു ദെയർ എൻവയോൺമെന്റ് ത്രൂ സ്ട്രക്ചേർഡ് എക്സ്ചേഞ്ച്. പ്രവാഹ വിന്യാസം ഓരോ വ്യവസ്ഥയും ഒരു വലിയ വ്യവസ്ഥയുടെ ജാലിക ഏകകമായിരിക്കുന്നു എന്ന് നാം അറിഞ്ഞതാണ്. ആ ജാലിക ഏകകത്തിലൂടെ ദ്രവ്യ ഊർജ ആശയ സ്വാധീനങ്ങളെ കടത്തിവിട്ട് വിനിമയം ചെയ്യുന്ന വ്യവസ്ഥാ വിന്യാസമാണ് പ്രവാഹ വിന്യാസം. ആ വിന്യാസത്തിന് നിയതമായ ഉത്ഭവവും ഉദ്ദേശ്യവും ദിശയും മാധ്യമവും പരിവർത്തനവും പ്രതിദാനവും ഉണ്ടായിരിക്കും. പ്രവാഹങ്ങൾ വ്യവസ്ഥയെ സ്വീകരണ സ്വാംശീകരണ ബഹിർദാനങ്ങളിലൂടെ പരിസരവുമായി നിരന്തര ബന്ധത്തിലാക്കി സൂക്ഷിക്കുകയും വ്യവസ്ഥയുടെ രൂപീകരണ നിർദ്ധാരണ അരൂപീകരണങ്ങളെ നിർണയിക്കുകയും ചെയ്യുന്നു. ശരിയായ പ്രവാഹ വിന്യാസമുള്ള ഒരു വ്യവസ്ഥ അതിന്റെ ധർമ്മത്തെ ശരിയാമിധം പാലിക്കുന്നതിൽ ശ്രദ്ധമായിരിക്കും. എന്നാൽ പ്രവാഹ പരിവർത്തനങ്ങൾ അഥവാ വിഭ്രംശങ്ങളുള്ള പ്രവാഹ വിന്യാസത്തിൽ ഉദ്ദേശ്യത്തിലും ധർമ്മത്തിലും ദിശയിലും പ്രതിദാനത്തിലും വരെ അത് അപ്രവചനീയതയും അനിശ്ചിതത്വവും കൊണ്ടുവരുന്നു. ഈ അപ്രവചനീയതയാണ് വ്യവസ്ഥാപരിണാമത്തിനും വൈവിധ്യത്തിനും കാരണമാകുന്നത്. ഇതാണ് പ്രവാഹ വിന്യാസത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്. പ്രവാഹം എന്ന് വെച്ചാൽ ഒഴുക്ക്. ഈ ഒഴുക്കായ വിന്യാസം എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഘടനാപരമായിട്ടുള്ള ഘടന ചെയ്തിട്ടുള്ള വിനിമയത്തിലൂടെ പരിസ്ഥിതിയുമായിട്ട് കൃത്യമായി കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ബന്ധത്തിലാക്കുന്നു എന്നുള്ളതാണ് ഈ സൂചിപ്പിച്ചത്. അപ്പൊ അതുപ്രകാരം നമുക്കറിയാം, ജാലിക വിന്യാസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ വ്യവസ്ഥയും ഒരു വലിയ വ്യവസ്ഥയുടെ അകത്തുള്ള ഒരു ജാലിക ഏകകമാണെന്ന്. ജാലിക ഏകകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോഡ് ആണ്. ഓരോ വ്യവസ്ഥയും ഓരോ നോഡുകളാണ്. ഈ പരസ്പരം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു മഹാസംവിധാനത്തിലെ ഒരു കണക്ടിങ് എലമെന്റ് ആണ് ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ ജാലിക ഏകകത്തിലൂടെ ദ്രവ്യം, ഊർജം, ആശയം, അതുപോലെ തന്നെ പലതരം സ്വാധീനങ്ങൾ ഇതിനെ കടത്തിവിട്ട് വിനിമയം ചെയ്യുന്ന വ്യവസ്ഥാ വിന്യാസമാണ് ഈ പ്രവാഹ വിന്യാസം എന്ന് പറയുന്നത്. അത് നമ്മിലൂടെ നമ്മൾ ഭക്ഷണം കടത്തിവിടുന്നുണ്ട്. നമ്മൾ ഈ പലതരം ഊർജങ്ങൾ കടത്തിവിടുന്നുണ്ട്. വ്യക്തികളിൽ നിന്നുള്ള ഊർജങ്ങൾ, പരിസരത്തു നിന്നുള്ള ഊർജങ്ങൾ കടത്തിവിടുന്നുണ്ട്. നമ്മൾ പലതരം ആശയങ്ങളെ നമ്മൾ കടത്തിവിടുന്നുണ്ട്. അതുപോലെ തന്നെ പലതരം സ്വാധീനങ്ങൾ, ഇപ്പോ ഒരു വ്യക്തിയുടെ സ്വാധീനമാകാം, ഒരു പരിസരത്തിന്റെ സ്വാധീനമാകാം, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന്റെ സ്വാധീനമാകാം, അല്ലെങ്കിൽ ഒരു അറിവിന്റെ സ്വാധീനമാകാം. ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങളെ നമ്മൾ കടത്തിവിടുന്നു. അപ്പോ ദ്രവ്യം എന്ന രൂപത്തിൽ തന്നെ ഒരു കാര്യത്തെ കടത്തിവിടുന്നു എന്ന് പറയാൻ കഴിയില്ല. പലതിനെയും നമ്മൾ കടത്തിവിടുന്നു. കടത്തിവിടുക എന്നുള്ളത് തന്നെ പലതരം കടത്തലുണ്ട് കേട്ടോ. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല. അതൊക്കെ നിങ്ങൾ ഫെലോഷിപ്പിന്റെ ആഴങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അതായത് നേരിട്ടുള്ളതുണ്ട്, ഡയറക്റ്റ് ആയിട്ടുള്ളതുണ്ട്, ചാക്രികമായിട്ടുള്ളതുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് കയറുന്നില്ല. അപ്പോ ഇങ്ങനെ നമ്മിലൂടെ കയറി ഇറങ്ങിപ്പോകുന്ന ഒരുപാട് പ്രവാഹങ്ങളുണ്ടല്ലോ. ഇതുപോലെ വ്യവസ്ഥയിലെ ജാലികയിലെ പലതരത്തിലുള്ള ഏകകങ്ങളും ഉണ്ട്. ആ ഏകകങ്ങളിൽ കൂടെ എല്ലാം തന്നെ പലതരം പ്രവാഹങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളും അതുപോലൊരു ഏകകമാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ ഒരു പ്രവാഹത്തിന് നിയതമായ ഉത്ഭവം ഉണ്ടായിരിക്കും. ഇന്നിടത്തുനിന്നു ആ പ്രവാഹം തുടങ്ങുന്നു എന്ന് പറയാൻ കഴിയും. അതുപോലെ തന്നെ അതിനൊരു ഉദ്ദേശ്യമുണ്ടായിരിക്കും. കൃത്യമായിട്ട് അത് ഇന്നതാണ്, ഇന്നിടത്തേക്കാണ് പോകുന്നത് എന്ന രീതിയിലുള്ള ഒരു ഉദ്ദേശ്യമുണ്ടായിരിക്കും. ഉദ്ദേശ്യം എന്ന് പറയുമ്പോൾ ലക്ഷ്യം, ഇന്നിടത്തേക്കാണ് പോകുന്നത്, ഡെസ്റ്റിനി എന്ന് പറയുന്ന രീതി. ആ പോകാൻ, അവിടെ ഡെസ്റ്റിനിയിലേക്ക് എത്താൻ വേണ്ടി ഏത് വഴിക്കാണ് പോകുന്നത്, അങ്ങനെ ഒരു ദിശ ഉണ്ടായിരിക്കും അതിന്. ഇന്ന വഴിയിലൂടെ പോകണം പറയുമ്പോൾ എന്ത് മീഡിയം യൂസ് ചെയ്യും, എന്ത് മാധ്യമം യൂസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. അതിന്റെ ഒപ്പം തന്നെ ആ ഒഴുക്കുണ്ടല്ലോ, ഒഴുക്ക് പോകുന്ന വഴിക്കനുസരിച്ച് പരിവർത്തിക്കും, അല്ലെ? നമ്മുടെ പല യാത്രകളും നമ്മൾ ചെയ്യുന്ന യാത്രകൾക്കനുസരിച്ച് പരിവർത്തനങ്ങളിലൂടെ കടന്നു പോകില്ലേ? അതുപോലെ ഈ ഒഴുക്ക്, ഈ പ്രവാഹങ്ങളെല്ലാം തന്നെ
ആ പോകുന്ന പരിസരവുമായിട്ട് ചേർന്നിണങ്ങി പോകുന്ന സമയത്ത് പലതരം പരിവർത്തനങ്ങളിലൂടെ പോകും. ഇപ്പോ മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്ന, ശാന്തമായി ജീവിച്ചു പോകുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ, അയാൾ കഴിക്കുന്ന ഭക്ഷണം അയാളുടെ അകത്തുകൂടെ ചെന്ന് കൃത്യമായി ധരിച്ച് അതിന്റെ ശരീരത്തിൽ സ്വീകരിച്ച് സ്വാംശീകരിച്ച് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി പോകും. അയാളുടെ മലം വളരെ വൃത്തിയുള്ളതായിരിക്കും. മൊത്തം മനസമാധാനക്കേടും പ്രശ്നങ്ങളും പിന്നെ ഈ വളഞ്ഞു തിരിഞ്ഞുള്ള ചിന്തകളുമുള്ള ഒരാളുടെ കാര്യത്തിലാണെങ്കിലും അയാളുടെ മലം എന്നുള്ളത് മുറുകിയതായിരിക്കും, ദുർഗന്ധം ഓമിക്കുന്നതായിരിക്കും. എന്നുവെച്ചാൽ ഒരേ തരത്തിലുള്ള ഫ്ലോ. അത് ഇയാളുടെ മാനസികാവസ്ഥ മാറുന്നതനുസരിച്ച് പാത്തുകൾ ഒന്ന് തന്നെ, ദിശയൊന്ന് തന്നെ, ഡെസ്റ്റിനേഷൻ ഒന്ന് തന്നെ, പക്ഷെ ഇതിന് പരിണാമത്തിന് വിധേയമാകും, പരിവർത്തനത്തിന് വിധേയമാകും. ഈ പരിവർത്തനത്തിന് വിധേയമായ ഈ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ആ ഔട്ട്പുട്ടാണ് പ്രതിദാനം ചെയ്യുന്നത്. എന്താണ് പ്രതിദാനം എന്ന് വെച്ച് കഴിഞ്ഞാല്? പ്രതിദാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും തിരിച്ച് ഉള്ള ഒരു ഫ്ലോ ആണ്. ഒരു ഫ്ലോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഫ്ലോയുടെ തുടർച്ചയായിട്ട് തിരിച്ചു വരുന്ന ഒരു ഫ്ലോ ആണ് പ്രതിദാനം എന്ന് പറയുന്നത്. അത് തിരിച്ചു വരുന്നത് രണ്ട് രൂപത്തിലാവാം. ഒന്ന്, ഈ വെളിയിലേക്കുള്ള ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യാൻ അത് സഹായിക്കും. ഇപ്പോ ഒരുപാട് വെള്ളം പോകുന്നു എന്ന് വെളിയിലുള്ള വെള്ളത്തിന്റെ വീഴ്ച കൊണ്ട് ഒരു മോട്ടോറിന്റെ വെള്ളം വെളിയിലേക്ക് ചാടുമ്പോൾ ഒരുപാട് വെള്ളം വീഴുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മോട്ടോറിന്റെ സ്പീഡ് കുറയ്ക്കുന്നത് പോലെ നമ്മൾ ഇവിടുന്ന് വെള്ളം വെളിയിലേക്ക് ചാടുന്നു, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവുന്ന ഒരു പ്രവാഹത്തിലൂടെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുന്ന ഔട്ട്പുട്ടിന്റെ പ്രവാഹ തീവ്രത കൂടുതലാണെങ്കിൽ അത് കുറവാണെങ്കിൽ കൂട്ടുക എന്ന രീതിയിൽ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അതിനാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുക. അതേസമയം പ്രതിദാനം ചെയ്യുന്ന ആ കാര്യം, അതായത് ആ കൊടുക്കുന്ന സംഭവം കൂടുതലാണ്, അപ്പൊ പിന്നെ അത് തന്നെ വീണ്ടും കൂട്ടുക. ഒന്ന് കൂടി വന്നു കഴിഞ്ഞാൽ വീണ്ടും കൂട്ടുക എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഈ ആംപ്ലിഫയറിലേക്ക് നമ്മൾ ശബ്ദം കൊടുക്കുന്നു. ശബ്ദം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശബ്ദം അകത്തേക്ക് ചെല്ലുമ്പോൾ ആ കൊടുക്കുന്ന ശബ്ദത്തിനെ കൂട്ടും. ആ കൂടുന്ന ശബ്ദത്തെ വീണ്ടും മൈക്കിലൂടെ കൊടുത്താലോ അത് വീണ്ടും കൂടും. അതിനാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുക. അവിടെ റെഗുലേഷൻ അല്ല, ആംപ്ലിഫിക്കേഷൻ ആണ് ഉണ്ടാവുക. അപ്പോ ഒരു പ്രവാഹം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പ്രവാഹത്തിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് വരും. നിയതമായ ഉത്ഭവം ഉണ്ടാവും, നിയതമായ ഉദ്ദേശ്യമുണ്ടാവും, നിയതമായ മാധ്യമം ഉണ്ടാവും. അതിന്റെ ഒപ്പം തന്നെ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരിവർത്തനങ്ങളും ഉണ്ടാകും. അതിനനുസരിച്ചുള്ള പ്രതിദാനങ്ങളും ഉണ്ടാവും. പ്രതിദാനം എന്ന് പറഞ്ഞാലോ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. പ്രവാഹങ്ങൾ ഏത് തന്നെ ആയിക്കോട്ടെ, ഭക്ഷണമായിക്കോട്ടെ, വായു ആയിക്കോട്ടെ, വെള്ളമായിക്കോട്ടെ, നമ്മുടെ ശരീരത്തിലൂടെ കിടക്കുന്ന പ്രവാഹങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ വരുന്ന ഏതൊരു ആശയമായിരിക്കോട്ടെ, ചില അറിവുകൾ, ചില വിശ്വാസങ്ങൾ, ഇതെല്ലാം പ്രവാഹങ്ങളാണ്. ഈ പ്രവാഹങ്ങൾ വ്യവസ്ഥയെ സ്വാംശീകരണ ബഹിർദാനങ്ങളിലൂടെ പരിസരവുമായി നിരന്തര ബന്ധത്തിലായി സൂക്ഷിക്കും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, സ്വീകരിക്കുന്നു, സ്വാംശീകരിക്കുന്നു. അതുകൊണ്ടാണ് ഭക്ഷണം എന്നുള്ളത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി തീരുന്നത്. അതിനുശേഷം ശരീരത്തിന് വേണ്ടതല്ലാത്തതിനെ നമ്മൾ ബഹിർദാനം ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ ശരീര പരിധിക്കും അപ്പുറത്ത്, ബൗണ്ടറീസിനെ കുറിച്ച് പറഞ്ഞത്, അതിന്റെ പരിധിക്കും അപ്പുറത്തേക്കുള്ള പരിസ്ഥിതിയിലേക്ക് തിരിച്ചു ദാനം തന്നെയാണ്. മലയാളിക്കുള്ള ഒരു പ്രത്യേകത എന്താ പറയുക, തിന്നുന്നതിലെ പകുതിയും ഉള്ളിൽ ചേർക്കുക എന്നല്ലാതെ വെളിയിലേക്ക് കളയില്ല. അതൊക്കെ ശരീരത്തെ പിടിപ്പിച്ചോണ്ടിരിക്കും. മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവം എന്താ അറിയോ, തലയ്ക്കകത്തേക്ക് കയറുന്ന പല കാര്യങ്ങളും തലയിൽ നിന്നും കളയാതെ അതകത്ത് സൂക്ഷിക്കും. ശരീരത്തിൽ ഉണ്ടാകുന്ന വികാരങ്ങളുണ്ട്. എന്താണ് വികാരം എന്ന് പറയുന്നത്? വെളിയിലൊരു കാര്യം കാണുമ്പോൾ ആ കാര്യത്തിനനുസരിച്ച് ശരീരത്തിൽ ഉണ്ടാവുന്ന കാലാവസ്ഥ, അതാണ് വികാരം എന്ന് പറയുന്നത്. ആ വികാരം എന്നുള്ളത് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിന്റെ ആ വികാരങ്ങൾക്ക് കാരണമായതും വികാരങ്ങളാൽ ഒഴിവാക്കപ്പെട്ടതുമായിട്ടുള്ളവയെ ശരീരത്തിൽ നിന്നും ഒഴിവാക്കി കളയണം. ആ ഒഴിവാക്കി കളയൽ നടന്നില്ലെങ്കിലോ ഇത് വൈകാരിക ഭാണ്ഡമായിട്ട് അവിടെ നിൽക്കും. അപ്പോ സ്വീകരണം ബഹിർദാനം എന്നുള്ള ആ പ്രക്രിയകളിലൂടെ പരിസരവുമായി നിരന്തര ബന്ധത്തിലായി സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം പ്രവാഹങ്ങൾക്കുണ്ട്. അതായത് ഒഴുക്ക് കൃത്യമായിട്ട് നടക്കണം. ബാത്റൂമിലേക്ക് വരുന്ന വെള്ളം ബാത്റൂമിൽ നിന്നും വെളിയിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം കെട്ടിക്കിടന്ന് ഒരു ഡംപായിട്ട് മാറും, അല്ലെ? നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കും അത്. അപ്പൊ അതേപോലെ ഇത് നമ്മളിൽ നിന്നും വെളിയിലേക്ക് പോകണം. ആ പോക്കിനെ സഹായിക്കുന്നതാണ് ഈ പ്രവാഹം എന്ന് പറയുന്നത്. അത് വ്യവസ്ഥയുടെ
രൂപീകരണം, നിർദ്ധാരണം, അരൂപീകരണങ്ങളെ നിർണ്ണയിക്കും. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയുന്ന 3 അവസ്ഥകളുണ്ടല്ലോ. ഒരു വ്യവസ്ഥയെ രൂപീകരിക്കുന്നതിലും അതിനെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിലും അതിനെ വിഘടിപ്പിക്കുന്നതിനും ഒക്കെ വ്യവസ്ഥയുടെ കോശങ്ങളെ, കലകളെ എല്ലാം ഇതുപോലെ രൂപീകരിക്കാനും വിഘടിപ്പിക്കാനും ഒക്കെ ഈ പ്രവാഹങ്ങളാണ് സഹായിക്കുക. അപ്പോ സ്വീകരണ, സാംശീകരണ, ബഹിർദാനങ്ങളിലൂടെ അത് കടന്നു പോകണം പ്രവാഹങ്ങള്. അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും സംഭവം ആ ഒഴുക്ക് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ സൃഷ്ടിച്ച് സംഹാരാദി കർമ്മങ്ങളിലൊക്കെ തന്നെ ഇടപെടൽ ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാക്കും. സ്ഥിതി ചെയ്യുന്ന സമയത്ത് ഫ്ലോ കൃത്യമല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം കഴിച്ചാലേ നമുക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നൊരു പൊതുധാരണയുണ്ട്. ആ പൊതുധാരണയുടെ പുറത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. കഴിക്കുന്ന ഭക്ഷണം നേരാവണ്ണം കയറി ഇറങ്ങി പോയാൽ മാത്രമേ ശരീരത്തിന് സുഗമമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. അത് കയറി ഇറങ്ങി പോകുന്നില്ല, ഇടയിൽ തൊണ്ടയിൽ തടയുന്നു, നെഞ്ചിൽ കുത്തുന്നു, വയറിനകത്ത് അസ്വസ്ഥത ഉണ്ടാക്കുന്നു, മലാശയത്തിലെത്തുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നാണെങ്കിലോ കഴിച്ച ഭക്ഷണം എന്തിനാ കഴിക്കുന്നത് എന്നുള്ളൊരവസ്ഥ. അപ്പോൾ പ്രവാഹം എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം. അതിന് കാരണമായിട്ട് വരുന്നതാണ്, അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ പറയുന്നുണ്ട്. അതിന് കാരണമായിട്ട് വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ പരിവർത്തനത്തിന്റെ പ്രത്യേകതയാണ്. ശരിയായ പ്രവാഹ വിന്യാസമുള്ള ഒരു വ്യവസ്ഥ അതിന്റെ ധർമ്മത്തെ ശരിയാവിധം പാലിക്കുന്നതിൽ ശ്രദ്ധമായിരിക്കും. പ്രവാഹങ്ങളെല്ലാം കൃത്യമാണെങ്കിൽ, എല്ലാ ഒഴുക്കും കൃത്യമാണെങ്കിൽ അത് പിന്നെ അതിനെക്കുറിച്ച് വേറൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് പോകും, ധർമ്മങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടിരിക്കും. ഈ ശരിയായ പ്രവാഹ വിന്യാസമുള്ളത് എന്ന് പറയുമ്പോൾ ഇവിടെ ഒളിമ്പസിന്റെ പഠിതാക്കളെ മനസ്സിലാക്കുക, താളാത്മകതയുള്ളവരെന്ന്. താളാത്മകമായി പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് കൃത്യമായിട്ട് റെഗുലറായിട്ട് റിജിഡായിട്ട് കാര്യങ്ങൾ ചെയ്തോളൂ. റിജിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം പോലും ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്നുള്ള അർത്ഥമല്ല. ഈ പ്രവാഹം എന്നുള്ളത് കൃത്യമായി സംഭവിക്കുന്നവ, ഒടുവും വളവും ഒന്നും ഇല്ലാതെ വരുന്ന സമയത്ത് പ്രവാഹം കൃത്യമായി സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അതിന് വഴിതിരിവുകൾ ഉണ്ടാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ അതിന് ധർമ്മങ്ങളെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും. എന്നാൽ പ്രവാഹ പരിവർത്തനങ്ങൾ അഥവാ വിഭ്രംശങ്ങളുള്ള വ്യവസ്ഥാ വിന്യാസത്തിൽ ഉദ്ദേശ്യത്തിലും ധർമ്മത്തിലും ദിശയിലും പ്രതിദാനത്തിലും വരെ അത് മാറ്റം കൊണ്ടുവരും. അതായത് പ്രവാഹ പരിവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞു, മനസ്സിന്റെ സ്വാധീനം കൊണ്ട് ഭക്ഷണം ദഹിക്കാതെ വരുന്നൊരവസ്ഥ, മനസ്സിന്റെ സ്വാധീനം കൊണ്ട് വികാരങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യപ്പെടാതെ വരുന്നൊരവസ്ഥ, അറിവിനെ കൈകാര്യം ചെയ്യപ്പെടാതെ വരുന്നൊരവസ്ഥ. ഇതാണ് പ്രവാഹ പരിവർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിന്റെ സ്വാധീനം കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ കൊണ്ട് അല്ലെങ്കിൽ വേറൊരാൾ നമുക്ക് നൽകിയിട്ടുള്ള ഒരു സൂചന കൊണ്ട് അതിനാണ് പ്രവാഹ പരിവർത്തനം എന്ന് പറയുന്നത്. ഈ പരിവർത്തനത്തെ നമ്മൾ മറ്റൊരു ഭാഷയിൽ മറ്റൊരു ഒരു അർത്ഥത്തിൽ വിഭ്രംശം എന്ന് പറയാം. വിഭ്രംശം എന്ന് വെച്ചാൽ വഴിമാറ്റം, വിഭ്രംശം എന്ന് പറയാം. വിഭ്രംശത്തിന്റെ വേറൊരു രൂപം നിങ്ങൾക്കറിയാലോ, അതിനെയാണ് യുക്തി എന്ന് പറയാം. യുക്തി. അപ്പോ പ്രവാഹ പരിവർത്തനങ്ങൾ അഥവാ വിഭ്രംശങ്ങളുള്ള പ്രവാഹ വിന്യാസത്തിൽ ഉദ്ദേശ്യത്തില് മാറ്റം വരും. എന്താ ഈ ഉദ്ദേശ്യം എന്നുള്ള സാധനം? എന്താ? ഒരു ജീവിയെ എവിടേക്ക് കൊണ്ടുപോകണം, ഒരു വ്യവസ്ഥ എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നതാണ് ഉദ്ദേശ്യം. അതാണ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. ഈ ഡെസ്റ്റിനി തന്നെ മാറ്റം വരും. അങ്ങോട്ട് പോകേണ്ടത് തിരിച്ച് ഇങ്ങോട്ട് വയ്ക്കും. പോയോ? പ്രവാഹം തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശ്യം മാറി, നമ്മുടെ ജീവിത ലക്ഷ്യം മാറി. ധർമ്മത്തിൽ മാറ്റം വരും. ജീവിതധർമ്മം എന്താണ്? ആ സംഭവത്തിൽ മാറ്റം വരും. പോയിക്കൊണ്ടിരിക്കുന്ന ദിശയിലെ മാറ്റം വരും. പ്രതിദാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക്. പക്ഷെ നമ്മളെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പ്രകൃതി നമുക്ക് തരുന്ന അനുഭവങ്ങളാണ് പ്രതിദാനം എന്ന് പറയുന്നത്, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. പ്രകൃതി ഓരോ നിമിഷവും നമുക്ക് ഫീഡ്ബാക്ക് തന്നുകൊണ്ടിരിക്കണം. നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ സിഗ്നൽസ് വഴിയും നമുക്ക് പ്രകൃതി ഈ പ്രതിദാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ വരെ മാറ്റം വരും. എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ പ്രവാഹ പരിവർത്തനം എന്നുള്ള സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അത് അപ്രവചനീയത ഉണ്ടാക്കും. ഇങ്ങനെയാണ് പോവുക എന്ന് നമുക്കറിയാമെങ്കിൽ അത് എവിടേക്കാ പോകുന്നതെന്ന് പറയാൻ പറ്റുമല്ലോ, നമുക്ക് പ്രവചിക്കാൻ പറ്റും. പക്ഷെ വഴിമാറ്റം ഉണ്ടാകുന്നത് എങ്ങോട്ടേക്കാ തിരിയുന്ന അറിയാത്ത അവസ്ഥയിൽ അപ്രവചനീയത ഉണ്ടാക്കും, അനിശ്ചിതത്വം ഉണ്ടാക്കും. നിശ്ചിതമായിട്ടുള്ളൊരവസ്ഥ, സെർട്ടൈൻ ആയിട്ടുള്ളൊരവസ്ഥയില്ലാത്ത അൺസെർട്ടൈൻ ആയിട്ടുള്ളൊരവസ്ഥയില്ല. ഈ അപ്രവചനീയതയുണ്ടല്ലോ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ, ഇതാണ് സത്യത്തിൽ വ്യവസ്ഥാ പരിണാമത്തിന്, വ്യവസ്ഥകളുടെ ഇന്ന് ലോകം കാണുന്ന വ്യവസ്ഥയുടെ പരിണാമത്തിന്, വൈവിധ്യത്തിന് കാരണമാണ്. പരിണാമം എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്നായി പരിണമിച്ച് പിന്നൊന്ന് വേറൊന്നായി പരിണമിച്ച് എന്ന് പറയാൻ പറഞ്ഞു വരുന്ന സമയത്ത്, ആശയം അവതരിപ്പിക്കുന്ന സമയത്ത് ആ ക്രോണോളജി നല്ലതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നുള്ളത് കോട്ടക്കാർ ചെയ്തിട്ടുള്ളവർക്കറിയാം. ഒരേ സമയത്ത് ഈ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ളവർ ഒരേ സമയത്ത് നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്.
അല്ലെ? ഒരു പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നിൽക്കുന്നു എന്ന് നമ്മൾ പറയുന്ന മനുഷ്യർ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോ ഈ വ്യവസ്ഥാ പരിണാമം എന്ന് പറയുന്നത് ഒരു കാലങ്ങൾ കൊണ്ടുണ്ടാവുന്നതല്ല, പകരം അതൊരു വിതരണക്രമമാണെന്ന് നമുക്കറിയാം. അത്തരം ഒരു വിതരണം ഉണ്ടായിട്ടുള്ളത് ഈ വ്യവസ്ഥാ പ്രവാഹ പരിവർത്തനങ്ങൾ ഉണ്ടാവുന്ന മാറ്റമാണ്. കാരണം എന്നിൽ ഈ പ്രവാഹ പരിവർത്തനം എന്നുള്ളത് എന്റെ ചിന്താശേഷി കൊണ്ട് ഒരു പ്രത്യേക രൂപത്തിലേക്ക് പോകുന്നു, ഷൈനയിൽ അത് മറ്റൊരു രൂപത്തിലേക്ക് പോകുന്നു, ആബിദിൽ വേറൊരു രൂപത്തിൽ പോകുന്നു. അപ്പോ ഓരോരുത്തരുടെയും പ്രവാഹ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ പരിവർത്തനങ്ങൾക്കനുസരിച്ചുള്ള വിഭ്രംശങ്ങൾ ഉണ്ടാവും. ആ വിഭ്രംശങ്ങൾക്ക് അനുസരിച്ച് ഇത് ധർമ്മ വ്യതിയാനം നടത്തും. ധർമ്മ വ്യതിയാനം സംഭവിക്കുന്ന സമയത്ത് അവിടെ അപ്രവചനീയത ഉണ്ടാവും, അനിശ്ചിതത്വം ഉണ്ടാവും. പിന്നെ സ്വാഭാവികമായിട്ടും അപ്രവചനീയത ഉണ്ടാവുന്ന സമയത്ത്, പ്രവാഹ പരിവർത്തനം ഉണ്ടാവുന്ന സമയത്ത് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രകൃതി സ്വാഭാവികമായിട്ടുള്ള ഒരു ശ്രമം നടത്തും, റെസിലിയൻസ് എന്നുള്ള ശ്രമം നടത്തും. റെസിലിയന്റ് ആകാൻ പറ്റുന്നില്ല, പഴയ സ്ഥലത്ത് എത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പുതിയ സ്ഥലത്തെ സ്ഥിതാവസ്ഥയിലാക്കാൻ ശ്രമിക്കുന്നു. വെച്ചാൽ ഇത് വഴി മാറുന്നത്, എന്നാ പിന്നെ ഇതാണ് നമ്മുടെ വഴി എന്ന രീതിയിൽ ആ വഴി സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോ പ്രകൃതി ഇതിനെ ക്രമീകരിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഈ പ്രവാഹത്തിനനുസരിച്ച് അത് വഴിമാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോ മനസ്സിലാക്കുക, പ്രവാഹ വിന്യാസം എന്ന് പറയുന്ന ആ ഒന്ന് നമ്മിലൂടെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കും. നിരന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മണിക്കൂർ ഇടപെട്ടും ഓരോ മിനിറ്റ് ഇടപെട്ടെന്നുള്ളതാണ്. നിരന്തരമായി നിർത്തില്ലാതെ ഒരു ബ്രേക്കും ഇല്ലാതെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സംഭവത്തിന്റെ അകത്ത് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ്, ആ ഒഴുക്കിനകത്തുകൂടെ നമ്മൾ ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ ഒഴുക്കിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ സൃഷ്ടിച്ച സംഹാരങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ ശരീരത്തിന്റെ അകത്തുകൂടെ ദ്രവ്യവും ഊർജവും ആശയവും സ്വാധീനങ്ങളും കടന്നു പോകുന്നു. നമ്മുടെ ശരീരത്തില് മനസ്സുകൊണ്ടാണെങ്കിലും ഭക്ഷണം കൊണ്ടാണെങ്കിലും അതിന്റെ സ്വീകരണം ഉണ്ടാകുന്നത്, സ്വാംശീകരണം ഉണ്ടാകുന്നത്, ബഹിർദാനങ്ങൾ ഉണ്ടാകുന്നു. ഈ സംഭവത്തിനകത്ത് പ്രവാഹത്തിന് പരിവർത്തനം ഉണ്ടാകാൻ പാകത്തിൽ എന്തെങ്കിലും, അത് അനുചിതമായ ചിന്ത രൂപമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിശ്രമമില്ലാത്ത പ്രവർത്തനമായിരിക്കാം, അങ്ങനെ നമ്മെ സ്വാധീനിക്കുക എന്തുമാകാം, അനുചിതമായ ഒരു പരിസ്ഥിതി ആയിരിക്കാം. അങ്ങനെ എന്ത് സംഭവിച്ചാലും ആ സംഭവിക്കുന്നതെല്ലാം പ്രവാഹ പരിവർത്തനങ്ങൾക്ക് കാരണമാകും. അത് നമ്മളിൽ വിഭ്രംശങ്ങൾക്ക് കാരണമാകും. അത് പ്രവാഹത്തെ തടയും അല്ലെങ്കിൽ വഴിതിരിക്കും. അത് അപ്രവചനീയത ഉണ്ടാക്കും, അനിശ്ചിതത്വം ഉണ്ടാക്കും. ആ വിധത്തിൽ പരിണാമങ്ങൾ ഉണ്ടാവും, ഇവിടെ വൈവിധ്യം ഉണ്ടാവും. പക്ഷേ അത് പ്രവാഹത്തിന്റെ സ്വാഭാവിക ധർമ്മത്തിൽ നിന്നും ഉദ്ദേശ്യത്തിൽ നിന്നും വഴുതി. നിങ്ങളുടെ ജീവിതത്തെ സുഗമമാക്കണം എന്നുണ്ടെങ്കിൽ, ഉദ്ദേശ്യപൂർണമാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രവാഹങ്ങളെ സുഗമമാക്കുക എന്നുള്ളത്. കടത്തിവിടാതെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ ഒരു ഓർമ്മ, ഒരു അറിവ്, അല്ലെങ്കിൽ ഒരു വികാരം നിങ്ങളുടെ ഉള്ളിൽ കടത്തിവിടാതെ ഇരുന്നാൽ അത് നിങ്ങളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കും, ജീവിതത്തിൽ എത്രത്തോളം ബന്ധപ്പാടുകൾ ഉണ്ടാക്കും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് ഭക്ഷണമാണെങ്കിൽ ശരി, ആശയമാണെങ്കിൽ ശരി, ഓർമ്മയാണെങ്കിൽ ശരി, ഒഴുക്കിനെ തടയാതിരിക്കുക, ഒഴുക്കിനെ കടത്തിവിടും. അത്തരം ഫ്ലോയിലേക്കുള്ള നിങ്ങളുടെ ശരിയായ അറിവും പ്രവർത്തനവും കൃത്യമായി നടക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.